നമ്മുടെ രേണു സുധി കട്ടക്കലിപ്പിലാണ്. കാര്യം മറ്റൊന്നുമല്ല, ആ സെപ്റ്റിക് ടാങ്ക് പ്രയോഗത്തിലാണ് രേണു സുധിയുടെ കലിപ്പ് മുഴുവൻ. അതായത് തന്നെ അങ്ങനെ വിളിച്ചത് ക്ഷമിക്കാൻ പറ്റില്ല, ക്ഷമിക്കാനാകാത്ത തെറ്റാണ് അക്ബർ ചെയ്തത്. ബിഗ് ബോസ് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്ന് ക്യാമറയുടെ മുമ്പിൽ പോയി പറഞ്ഞിരിക്കുകയാണ് രേണു സുധി. വന്ന് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് വല്ല ഫൈറ്റും ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ സഹിക്കുമായിരുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കുമായിരുന്നു. ഇതിപ്പോൾ വന്ന പിറ്റേ ദിവസം തന്നെ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക എന്നെ അങ്ങനെ വിളിച്ചത് വലിയ തെറ്റായി പോയെന്നാണ് രേണുസുതി പറയുന്നത്. ഇനി എത്ര കലിപ്പ് രേണുസുതി കാണിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഈ സാധനം ഒരുപാട് വർക്കാവുമെന്ന്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേണു വിചാരിക്കുന്ന പോലെ ഇത് ശരിയാണ്, അയാൾ ചെയ്ത തെറ്റാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി, അത്രയും വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേട്ടപ്പട്ടി എന്ന് പറയുന്നത് ആരും ഓമന പേരായിട്ട് കൊടുക്കുന്ന ഒരു പേരൊന്നും അല്ല. രേണുസുതിയും തിരിച്ച് വിളിച്ചു, ഇത്ര തീവ്രമല്ലെന്നേ ഉള്ളൂ. അതായത് അയാൾ വിളിച്ച അത്രത്തോളം വരില്ല, ബട്ട് തരക്കേടില്ലാത്തൊരു പേര് രേണുവും വിളിച്ചില്ലേ, അതവിടെ അങ്ങ് കഴിയാം. ഇനി അതിനപ്പുറം അയാൾ വന്നൊരു ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് ക്ഷമിച്ച് കളയുന്നതല്ലേ രേണു നല്ലത്. ഈ ഗെയിം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ അത് രേണുവിന് തന്നെയാണ് തിരിച്ചടിയാവാൻ പോകുന്നത്. വേട്ടപ്പട്ടി എന്ന് പറയുന്നത് ഓമന പേരായിട്ട് നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കോ നമ്മൾ ആരെങ്കിലും ഓമന പേരായിട്ട് വേട്ടപ്പട്ടി എന്ന് ഇടുവോ? രേണു ആണെങ്കിൽ ഇടുവോ? ഇടില്ലല്ലോ. അത് ഒഫൻസീവ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്, ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് നമ്മൾ ഇടുന്ന പേരാണ്. ഇനി പട്ടി എന്ന് നമ്മളെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും സ്നേഹത്തോടെ വിളിക്കും, എടാ മോനെ പട്ടി, ചക്കര പട്ടി, നീ ഉറങ്ങടാ പട്ടി എന്നാരെങ്കിലും വിളിക്കുമോ? ആരും ഓമന പേരായിട്ട് പട്ടിയെന്ന് വിളിക്കാറില്ല. ഇനി ആ വേട്ടപ്പട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ വീട്ടിൽ വളർത്തുന്ന പട്ടിയുണ്ട്, തെരുവിൽ വളരുന്ന പട്ടിയുണ്ട്, തെരുവ് പട്ടിയുണ്ട്, വേട്ടപ്പട്ടിയുണ്ട്, വീട്ടിൽ വളർത്തുന്ന പട്ടിയുണ്ട്. അതിൽ വേട്ടപ്പട്ടി ഇതിലെ കൂടിയ ഇനമാണ്, പട്ടിയിൽ തന്നെ കൂടിയ ഇനമാണ്. എന്ന് വെച്ചാൽ വളർത്തുനായകൾ വീട്ടിൽ വളർത്തുന്ന പട്ടികളാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് യജമാനോട് നന്ദിയും കൂറും കാണിച്ച് വളരുന്നവരാണ്. ഇനി തെരുവിലൂടെ പോകുന്ന പട്ടിയാണെങ്കിൽ തെരുവ് പട്ടിയാണ്, ആരും നോക്കാനും പിടിക്കാനൊന്നും ഇല്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാലിന്യങ്ങൾ തിന്ന് നടക്കുന്ന പട്ടിയാണ്. അതേ സമയത്ത് വേട്ടപ്പട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ വേട്ടയാടുന്ന പട്ടിയാണ്. അതൊരു ആനിമലിനെ ആവാം, മനുഷ്യനെ ആവാം. ആ പട്ടി വേട്ടയാടുന്ന പട്ടിയാണ്, പട്ടികളിൽ കൂടിയ ഐറ്റമാണ് വേട്ടപ്പട്ടി. എന്തായാലും നമ്മളാരും ഓമന പേരോടെ ഇടുന്ന ഒരു സാധനമല്ല അത്, രേണു സുധിയും ഇടുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമ്മളത് അതൊരു ടാസ്ക് ആയിട്ട് കണ്ട് കളയുന്നതിന് പകരം അതൊരു കാർഡായിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടോ രേണു സുധി? എനിക്കറിയില്ല. ഇപ്പം നമ്മൾ അവിടെ പൂമ്പാറ്റയെന്ന് വിളിച്ചു, അത് നല്ലൊരു പേരാണ്. അല്ലെങ്കിൽ ഉണ്ണിയെന്നോ അങ്ങനെയൊക്കെ വിളിച്ചു. ഇപ്പം നമ്മൾ പാട്ട് പാടും, ഉണ്ണി വാവാവൂ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും. ആരെങ്കിലും വേട്ടപ്പട്ടി വാവാവൂ, പൊന്നു വേട്ടപ്പട്ടി വാവാവൂ എന്ന് പാട്ട് പാടാറുണ്ടോ? ഇല്ലല്ലോ. അതൊരു അങ്ങനത്തെ പേരല്ല എന്ന് സാമാന്യ ബോധമുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും. പക്ഷേ രേണുസുധി ഈ സെപ്റ്റി ടാങ്കിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ വേട്ടപ്പട്ടിയിൽ വേണമെങ്കിൽ അക്ബറിനെ പിടിച്ച് കയറാം. അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി അക്ബറിന് വേണമെങ്കിൽ പറയാം, ആ സെപ്റ്റി ടാങ്ക് എന്ന് ഉദ്ദേശിച്ചത് വളരെ ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന സെപ്റ്റി ടാങ്കാണ്, ഉപയോഗിച്ചതല്ല. ഷോറൂമിനകത്ത് വെച്ചിട്ടുള്ള ഒരു സെപ്റ്റി ടാങ്കാണ്, വളരെ ഫ്രഷ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി ഇറങ്ങി വന്ന സാധനമാണ്. ഇതുകൊണ്ടൊന്നും മറ്റിടത്ത് വെക്കുമ്പോഴാണല്ലോ പ്രശ്നം. ഇത് വച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഷോറൂമിൽ ഇരിക്കുന്ന വളരെ ക്വാളിറ്റി ഉള്ള പുതിയതുപോലെ ഇരിക്കുന്ന മനോഹരമായ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെന്നങ്ങ് പറഞ്ഞാൽ മതി അക്ബറെ. അതായത് മാലിന്യം വീഴാത്ത ഷോറൂം കണ്ടീഷൻ സെപ്റ്റിക് ടാങ്ക്. മറ്റേത് മാലിന്യം വീണതാണെങ്കിൽ വേറെ, ആ ഒരു പ്രശ്നമാണെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞ് തീർക്കൂ. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? എത്ര നാൾ രേണുസുധി ഈ കണ്ടന്റിൽ മാത്രം ഇങ്ങനെ പിടിച്ച് കറയും കൊണ്ട് നടക്കും? ഇത് വർക്കാവൂല. രേണുസുധി വേറെ കണ്ടന്റ് തപ്പിപ്പോയില്ല എന്നുണ്ടെങ്കിൽ രേണുസുധിക്ക് തന്നെ പണിയാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ബിഗ് ബോസ് രേണുസുധിക്കിട്ട് കൊടുത്ത പണിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ക്യാമറയുടെ മുമ്പിലൊക്കെ വന്നിന്ന് ഇതൊരു സീരിയസ് വിഷയമായിട്ട് അവതരിപ്പിക്കുമ്പോൾ രേണുസുധിയെ ആ സമയത്ത് വിളിച്ചത് നമുക്കൊന്നും അത്ര അങ്ങ് ദഹിച്ച കാര്യമല്ല. അവർ ഷോക്കായിപ്പോയി, അവർക്ക് വിഷമമായി, അവർ ചമ്മിപ്പോയി. അത് അവരുടെ സിൻസിയർ റിയാക്ഷൻ ആണെന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. ഇപ്പോൾ അതിനെ അവർ ഒരു ഗെയിമായിട്ട് അവർ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇത് വർക്ക് ആവൂല. കാരണം അയാൾ സോറി പറഞ്ഞു, ഒരു തവണയല്ല പലതവണ പറഞ്ഞു, എന്നിട്ടാണ് രേണു ഇത് വീണ്ടും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ആളുകൾക്ക് ഇത് മനസ്സിലാവും, രേണു സുധിക്ക് വേറെ കണ്ടന്റ് ഇല്ല, വേറെ ഗെയിം ഇല്ല, വേറെ ടോപ്പിക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ മാത്രം കടിച്ചു തൂങ്ങി പോകുന്ന പോലെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.